എനിക്കൊന്ന് പ്രിയപ്പെട്ട മക്കളെ, ഈശോ വാഗ്ദാനം ചെയ്തത് ആരെയാണ്? പരിശുദ്ധാത്മാവ്. നമുക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ നമുക്ക് തരാൻ വേണ്ടി ആഗ്രഹിച്ചത് ആരെയാ? പരിശുദ്ധ. ഈശോ പറഞ്ഞു നിങ്ങൾക്ക് ഒരാളുടെ ആവശ്യമേ ഉള്ളൂ. ആരുടെ ആവശ്യം മാത്രം? പരിശുദ്ധാത്മാവിൻ്റെ. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാണും. വീടിനെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്, ഫ്യൂച്ചറിനെ ഓർത്ത്, പല ഡിസിഷൻസ് എടുക്കുമ്പോൾ, ഫ്യൂച്ചർ പ്ലാനിങ് നടത്തുമ്പോഴൊക്കെ മേ ഹാവ് ഡിഫറെൻറ്റ് കൺഫ്യൂഷൻസ്. ഞാൻ പറയും ഇതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾ ആര് നിറഞ്ഞാൽ മതി? പറഞ്ഞേ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മതി. അത് നമുക്കൊരിക്കലും ഇത് ഞാൻ ഒരുപാട് സഹനങ്ങളോട് ഞാൻ പറയും ഇന്നത്തെ സഹനമൊന്നും എനിക്ക് വലിയ സഹനമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഇതിനേക്കാൾ വലിയ സഹനത്തിനകത്തോട് ഞാൻ കുളിച്ച് കയറി പോകുന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അറിയപ്പെടാത്ത സഹനങ്ങളാണ് അറിയപ്പെടുന്ന സഹനങ്ങളെക്കാളും വലിയ സഹനങ്ങൾ. പരസ്യം ചെയ്യപ്പെടുന്ന സഹനങ്ങളെക്കാൾ വലിയ സഹനങ്ങളാണ് പരസ്യം ചെയ്യപ്പെടാത്ത സഹനങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ സഹനങ്ങളിലൂടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഏത് സഹനത്തെ ഞാൻ പെട്ടെന്ന് ഓവർകം ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ ഓവർകം ചെയ്യുന്നത് ഞാൻ ആരുടെ ഉപദേശം സ്വീകരിക്കത്തില്ല. ഈ ഭൂമിയിൽ ഒറ്റ മനുഷ്യൻ ഉപദേശം സ്വീകരിച്ചാൽ നമ്മുടെ പരിപാടി തീർന്നു. നേരെ മറിച്ച് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവുള്ളിൽ നമുക്ക് പറഞ്ഞു തരും വ്യക്തമായിട്ട്. ഈ വചനമുണ്ടല്ലോ, അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും അറിയാൻ വേണ്ടിയാണ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:19-20-21. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു സ്വരം ഒരിക്കലും ആളുകളുടെ ശബ്ദമല്ല. അത് ഭാര്യയുടെ ശബ്ദമാകരുത്, അത് ഭർത്താവിന്റെ ശബ്ദമല്ല, അത് മകന്റെ ശബ്ദമല്ല, മകളുടെ അല്ല, കൂട്ടുകാരന്റെ അല്ല, കൂട്ടുകാരിയുടെ അല്ല. അതാരുടേതാണ്? പരിശുദ്ധാത്മാവിന്റെ സ്വരം. Do you get that? You should. ആ ഒരു സ്വരം കിട്ടുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകളിലാകട്ടെ, സഹനങ്ങളിലാകട്ടെ, കുറവുകളിലാകട്ടെ, മുറിവുകളിലാകട്ടെ, ഒറ്റപ്പെടലിലാകട്ടെ, സഹനങ്ങളിലാകട്ടെ, നമുക്ക് ഈസി ആയിട്ട് കയറിപ്പോകാൻ പറ്റും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ വെറുക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വെറുക്കട്ടെ. സാമ്പത്തികമായ വലിയ കടബാധ്യതകൾ ഉണ്ടാകട്ടെ, ജോലി പോകട്ടെ, ആരോഗ്യം പോകട്ടെ, മാരക രോഗങ്ങളുണ്ടാകട്ടെ, മാറാത്ത ചില രോഗപീഠ വരട്ടെ, അതിനകത്തുനിന്ന് കയറി വരാൻ പറ്റും ഈ ഒരു സ്വരം കിട്ടിയാൽ. മാത്രമല്ല ഈ ആ ഒരു സ്വരത്തിന് മാത്രമേ നിന്നെ ശരിയായ ദിശയിൽ നടത്താൻ സാധിക്കൂ. Can you follow me? ശ്രീമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശരിക്കും കിട്ടണം. അത് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം പത്രോസ് 3 വട്ടം കർത്താവിനെ തള്ളിപ്പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അവന് കിട്ടുന്നൊരു ഭാഗ്യം എന്നറിയോ? കർത്താവ് അവനെ ഒറ്റ നോട്ടം. അവന്റെ ഭാഗ്യം എന്താ? കർത്താവ് നോക്കിയത് അവന് കാണാൻ പറ്റി. കാണാൻ പറ്റിയതല്ല, കാണിച്ചതാ. ആര് കാണിച്ചു? പരിശുദ്ധാത്മാവ്.